ഹലോ അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ കീഴിൽ നമ്മൾ ഖുർആൻ ഓതാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടല്ലേ. നമ്മൾ 20 ദിവസം കൊണ്ട് ഖുർആൻ ഒട്ടും ഓതാൻ അറിയാത്ത ഒരാളെ പോലും, അതിപ്പോൾ കുട്ടിയായാലും നല്ല 65 വയസ്സുള്ള ഒരാളായാലും 70 വയസ്സുള്ള ഒരാളായാലും എത്ര വയസ്സുള്ള ആളാണെങ്കിൽ പോലും നമ്മൾ 20 ദിവസം കൊണ്ടാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ചിലപ്പോൾ ഖുർആനിലെ അറബി അക്ഷരങ്ങൾ പോലും ഒട്ടും അറിയില്ലായിരിക്കും, എന്നാലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഇത്രയും കാലത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഇതിൽ പഠിപ്പിച്ചു കൊടുത്തുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല അനുഭവങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് പേരുടെ നല്ല സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. നമ്മുടെ ജോലി എന്നുള്ളതിന് പുറമെ നമുക്കിപ്പോൾ ജോലി എന്നുള്ളതിന് മാത്രമല്ല, എത്രയോ ആളുകൾക്ക് ഖുർആൻ ഓതാൻ അറിയാതെ വിഷമിച്ചിട്ട് ഖുർആൻ ഓതാൻ അറിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കും. എന്നിട്ട് അവർക്ക് നമ്മൾ പുതിയതായിട്ട് നമ്മളാൽ കഴിയുന്ന വിധം അല്ലെങ്കിൽ നമ്മുടെ മാക്സിമം ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് അത് അവരിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ആ മാറ്റങ്ങൾ അവരിലൂടെ തന്നെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അത് അനുഭവിച്ചവർക്കേ മനസ്സിലാകുള്ളൂ. ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കാം, എനിക്ക് ഖുർആൻ ഓതാൻ ഒട്ടും അറിയില്ലായിരുന്നു, മോളുടെ ക്ലാസ് കേട്ടേ പിന്നെ എനിക്കിപ്പോൾ നല്ല രീതിയിൽ ഖുർആൻ ഓതാൻ കഴിയുന്നുണ്ട്. എനിക്ക് നല്ല വിഷമമായിരുന്നു മറ്റുള്ളവർ ഖുർആൻ ഓതുന്നത് കാണുന്ന സമയത്ത്, എനിക്ക് മാത്രം പറ്റുന്നില്ലല്ലോ എന്നുള്ളത് വിഷമമായിരുന്നു. ഇപ്പം അൽഹംദുലില്ലാഹ് എനിക്ക് പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ യാസീനും തബാറക്കയും വാഖിയ സൂറത്തും ഒക്കെ ഞാൻ ഓതുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് പോയവർ മെസ്സേജ് അയക്കാറുണ്ട്. നമുക്കൊരുപാട് സന്തോഷമാണ്, എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ അത് കാണുന്ന സമയത്ത്. അപ്പോൾ പലർക്കും ഈ ഒരു ഫീഡ്ബാക്ക് പറയുന്ന ആളുകളിൽ പല ആൾക്കാരും നമ്മൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് തന്നെ പറയും, നമ്മളോട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് പറയും 20 ദിവസം കൊണ്ടൊക്കെ പഠിക്കാൻ പറ്റുമോ, കാരണം എനിക്ക് ഒട്ടും അറിയില്ലേ, അറബിന്ന് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, എനിക്ക് ഒട്ടും അറിയില്ല എന്നൊക്കെ പറയും. പക്ഷെ അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ പഠിപ്പിച്ച് സെറ്റാക്കി തരുമെന്ന് പറയും. 20 ദിവസം കഴിയുമ്പോഴത്തേക്കും അൽഹംദുലില്ലാഹ് അവർ പോലും അറിയാതെ അവർ പഠിച്ചിട്ടുണ്ടാകും, സ്വാഭാവികമായിട്ടും പഠിക്കും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ക്ലാസ് എടുക്കും, നമ്മൾ അതിനനുസരിച്ച് വേണം പഠിക്കാനായിട്ട്. അതിനനുസരിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് ദിവസം ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെച്ചിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് പഠിക്കണം. അരമണിക്കൂറിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 20 ദിവസങ്ങൾ സിമ്പിളായിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. അന്നാണ് നമ്മൾ എന്താണോ എടുത്ത് തരുന്നത് അത് അന്നത്തെ ദിവസം തറവാക്കുക, നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്കിപ്പോൾ നാളേക്ക് ബാക്കി വെക്കരുത്, നാളെ എടുക്കുന്നത് വേണം നാളെ പഠിക്കാനായിട്ട്. അങ്ങനെ 20 ദിവസം കൊണ്ട് നമുക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ഫീസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാച്ചായിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ട്, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ട്, നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ബാച്ചായിട്ടാകുമ്പോൾ നല്ല മിക്കവാറും ജോബുള്ള ആൾക്കാരായാലും അല്ലെങ്കിലൊക്കെ അധികം ആൾക്കാരും തിരഞ്ഞെടുക്കുന്നത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളതാണ്. അതിന് ഫീ വരുന്നത് 1000 രൂപയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ബാച്ചായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് ആൾക്കാരുണ്ടാകും, അങ്ങനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 800 രൂപയാണ് ഫീസ് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ജോലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടില്ല എന്നുള്ള പേടിയുണ്ടെങ്കിൽ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. അത് നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കാണാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ക്ലാസ് ഒരുപാട് മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒരു ദിവസം കുറച്ചേ എടുക്കുള്ളൂ, കുറച്ച് നന്നായിട്ട്, അതായത് നമ്മൾ ഒരുപാട് സമയം ഉണ്ടാകുമല്ലോ, എന്നാൽ അത്യാവശ്യം നമ്മൾ കവർ ചെയ്തും ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ച് തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ അറബി അക്ഷരങ്ങൾ മുഴുവനായിട്ട് വായിക്കാനും എഴുതാനാണ് ആദ്യത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചു തരണം. രണ്ടാമത്തെ ക്ലാസ് എത്തുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ ഹറക്കത്തുകളും പഠിക്കും, ഫത്തഹ് കസറലും എല്ലാം പഠിക്കും. പിന്നെ മൂന്നാമത്തെ ക്ലാസ് എത്തുമ്പോഴത്തേക്കും നമ്മൾ ചെറിയ വാക്കുകൾ അവിടെ വരെ എത്തും. 5 ക്ലാസ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വാക്കുകൾ വായിക്കാൻ പഠിക്കും, ചെറിയ ചെറിയ വാക്കുകൾ. പിന്നെ നമ്മൾ സെൻറ്റൻസുകളിലേക്ക് കിടക്കും, പിന്നെ പാരഗ്രാഫുകളിലേക്ക് കിടക്കും, പിന്നെയാണ് നമ്മുടെ ഖുർആൻ എന്ന് പറയുന്ന ആ ഒരു ഇത് വരുന്നത്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ നല്ല രീതിയിലാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇതുവരെയുള്ളതിൽ നല്ല അഭിപ്രായങ്ങൾ മാത്രമാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെ ആകണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, അങ്ങനെ തന്നെ ആയിരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഇനി വിധി നൽകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സമയത്തിൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. എപ്പോഴാണോ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്നത്, ഫ്രീ ആകുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കണ്ടാൽ മതി. ഒരു നോട്ടൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ദിവസം നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾ എഴുതി നോക്കണം, എനിക്ക് പറ്റുന്ന
പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി പഠിച്ചിട്ട് 2-3 തവണ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ എഴുതി നോക്കണം, എനിക്കൊണ്ട് പറ്റുന്നുണ്ടോ, എനിക്ക് പറ്റുന്നുണ്ടോ എന്ന് എഴുതി നോക്കണം. അങ്ങനെയൊക്കെ ആകുമ്പോഴേ നമുക്ക് അതിന് കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, നിങ്ങൾ ക്യാഷ് ചിലവാക്കിയിട്ട് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 20 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിഞ്ഞിരിക്കും. ഇനി ചില ആളുകൾക്ക് ഉണ്ടാവും, എങ്ങനെയാണ് അപ്പോൾ വിശ്വസിക്കുക, യൂട്യൂബിൽ വന്നിട്ട് ആരോ എന്തോ പറഞ്ഞു ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിച്ച് ക്യാഷ് തരിക എന്നുള്ളതൊക്കെ. നിങ്ങൾക്ക് നമ്മുടെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ, നമ്മുടെ മുമ്പത്തെ വീഡിയോസും ഡെയിലി നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഒരിക്കലും എന്ത് ചെയ്യൂല, അങ്ങനെ പറയൂല. കാരണം നമുക്ക് ആ ഒരു ഇതുണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ, നിങ്ങളെ പഠിപ്പിച്ച് തന്നിരിക്കും നമ്മൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് പ്രായപരിധിയൊന്നും ഇല്ലാട്ടോ. നിങ്ങൾക്ക് കുറച്ച് അധികം വയസ്സായിട്ടുണ്ട്, ഇനിയിപ്പോൾ എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, അറബി അറിയില്ല എന്ന് പറയുന്നത് നാണക്കേടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒന്നും മാറി നിൽക്കണ്ട കേട്ടോ. ഒരുപാട് ആളുകൾ 40, 45, 50, 55, 20, 25 ഒരുപാട് ആളുകൾ 60 വയസ്സായാലും 65 വയസ്സായാലും ആൾക്കാർ നമ്മുടെ ഇതിലുണ്ട്. കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെയുണ്ട്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ 65, 70 വയസ്സായ ആളുകൾ വരെയുണ്ട്. അപ്പോൾ നാണക്കേടൊന്നും വിചാരിക്കേണ്ട. ഇനി താല്പര്യമുള്ളവർ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ആവുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിളിക്കുന്നതാണ്. വിളിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് പൈസ അടച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇഷ്ടമുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടായാലും ബാച്ചായിട്ടായാലും ഇഷ്ടമുള്ളതിൽ ജോയിൻ ചെയ്യും. അപ്പോൾ ജോയിൻ ചെയ്ത് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ, ചേർന്ന് കഴിഞ്ഞാൽ, അംഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിക്കും നമ്മൾ. അപ്പോൾ വിളിക്കുമ്പോൾ നിർബന്ധമായിട്ടും കോൾ അറ്റൻഡ് ചെയ്യുക. അത്രയും ബിസി ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അത് അറ്റൻഡ് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ മെസ്സേജ് ശ്രദ്ധിക്കുക കേട്ടോ. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരാം. ചില ആളുകളുണ്ട് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ആക്കും, പിന്നെ റിപ്ലൈ ഉണ്ടാവില്ല, കോൾ വിളിച്ചാൽ എടുക്കില്ല. ഭയങ്കര ചടപ്പാണ് കേട്ടോ അത് പറഞ്ഞാൽ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ടെൻഷനൊന്നും വിചാരിക്കേണ്ട, നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യാൻ. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.